UKG ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാം. 50ലാണ് ക്വസ്റ്റ്യൻ പേപ്പർ. EVS ആണ് സബ്ജക്റ്റ്. എല്ലാ സബ്ജക്റ്റും ഇനി വരും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ബ്രാക്കറ്റിൽ ഐ, ലെഗ്, ടീത്ത്, ടങ് എന്നിവ തന്നിട്ടുണ്ട്. 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ABCD. കറക്റ്റായിട്ടുള്ള ആൻസർ ബ്രാക്കറ്റിൽ നിന്നും വിട്ടുപോയ സ്ഥലത്ത് നമ്മളെടുത്ത് എഴുതണം. ക്വസ്റ്റ്യൻ നോക്കാം. എ ഡാഷ് ഹെൽപ്പ് അസ് ടു ടേസ്റ്റ്. ടേസ്റ്റ് ചെയ്യാൻ നമ്മെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഭക്ഷണം കഴിക്കുമ്പോൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ടങ്കാണ്, നാവാണ്. അപ്പോൾ നമ്മളിവിടെ എ എന്നുള്ളിടത്ത് ബ്രാക്കറ്റിൽ നിന്നും ടങ് എടുത്ത് എഴുതണം. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഹെൽപ്പ് അസ് ടു ച്യൂ ഫുഡ്സ്. ഭക്ഷണം ചവച്ചരിച്ച് കഴിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ബ്രാക്കറ്റിൽ ഐ, ലെഗ്, ടീത്ത്, ടങ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? പല്ലാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആൻസർ ടീത്ത് എന്ന് എടുത്ത് എഴുതണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഹെൽപ്പ് അസ് ടു സീ. കാണാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? കണ്ണാണ് അല്ലേ? അപ്പോൾ ബ്രാക്കറ്റിൽ ഫസ്റ്റ് തന്നിട്ടുണ്ട് ഐ നമ്മൾ ഇവിടെ എടുത്ത് എഴുതണം. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഹെൽപ്പ് അസ് ടു വാക്ക്. നടക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ബ്രാക്കറ്റിൽ ഐ, ലെഗ്, ടീത്ത്, ടങ് എന്നിവ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ലെഗ്, കാലുകളാണ് അല്ലേ? അപ്പോൾ ലെഗ് എന്നത് നമ്മളിവിടെ എടുത്തെഴുതണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് ദ പിക്ചേഴ്സ്. ഇവിടെ 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അടിയിലെ ബോക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ പിക്ചർ നോക്കി പേരുകൾ നമ്മൾ ഓരോന്നും ഈ ബോക്സിൽ എടുത്തെഴുതണം. ഫസ്റ്റ് പിക്ചർ ഏതാണ്? ടോ. സെക്കൻഡ് പിക്ചർ ഫോർഹെഡ്. തേർഡ് പിക്ചർ എന്താണ്? ഫിംഗേഴ്സ്. മൂന്നെണ്ണത്തിന് 5 മാർക്ക് വീതം 15 മാർക്കാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് യുവർ നെയിം. നിങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേരിൻ്റെ സ്പെല്ലിംഗ് ഇവിടെ കറക്റ്റായിട്ട് എഴുതണം. 3 മാർക്കാണ് ഈ ക്വസ്റ്റ്യനുള്ള. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് 2 ഫ്രൂട്ട്സ് വിച്ച് ആർ യെല്ലോ ഇൻ കളർ. മഞ്ഞ നിറത്തിലുള്ള ഏതെങ്കിലും 2 ഫ്രൂട്ട്സിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യെല്ലോ കളറിലുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? ബനാന, മാംഗോ, പൈനാപ്പിൾ. അപ്പോൾ നമുക്ക് 2 എണ്ണത്തിൻ്റെ പേരിവിടെ എഴുതാം. മാംഗോ, ബനാന. 2 എണ്ണത്തിന് 6 മാർക്കാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഫാമിലി. നിങ്ങളുടെ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഫാമിലിയിൽ എത്ര അംഗങ്ങളുണ്ട്? അപ്പം 4 ആണെങ്കിൽ 4 എഴുതാം, 5 ആണെങ്കിൽ 5 എഴുതാം. വീട്ടിലുള്ള നമ്പേഴ്സ് നോക്കിയിട്ട് കറക്റ്റായ നമ്പർ ഇവിടെ എഴുതി കൊടുക്കണം. ഈ ക്വസ്റ്റ്യന് 2 മാർക്കാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ ആൻഡ് പുട്ട് ദ ടിക്ക് മാർക്ക്. 3 എണ്ണത്തിന് 2 മാർക്ക് വീതം 6 മാർക്കാണ്. ഇതിൽ 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഓരോ ബോക്സ് തന്നിട്ടുണ്ട്. വിച്ച് ഫ്രൂട്ട് ഈസ് കോൾഡ് ദ കിങ് ഓഫ് ഫ്രൂട്ട്സ്. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഫ്രൂട്ട്സ് ഏതാണ്? ഇവിടെ മാംഗോ തന്നിട്ടുണ്ട്, പൈനാപ്പിൾ തന്നിട്ടുണ്ട്, ആപ്പിൾ തന്നിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ്? മാംഗോ. അപ്പോൾ മാംഗോ നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യണം. ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫ്രൂട്ട്. ഇവിടെ സ്ട്രോബെറി തന്നിട്ടുണ്ട്, ഗ്രേപ്പ് തന്നിട്ടുണ്ട്, ജാക്ക് ഫ്രൂട്ട് തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഫ്രൂട്ട് ഏതാണ്? ജാക്ക് ഫ്രൂട്ട് അല്ലേ? അപ്പോൾ ജാക്ക് ഫ്രൂട്ട് നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യണം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദീസ് ഫ്രൂട്ട്സ് ഹാസ് ടു ബി പീൽഡ് ബിഫോർ ഈറ്റിംഗ്. ഇവിടെ ബനാന തന്നിട്ടുണ്ട്, സ്ട്രോബെറി തന്നിട്ടുണ്ട്, ഗ്രേപ്സ് തന്നിട്ടുണ്ട്. കഴിക്കുന്നതിന് മുമ്പ് അതിൻ്റെ തൊലി ഉരിഞ്ഞ് കഴിക്കുന്നത് ഏതാണ്? ബനാന അല്ലേ. അപ്പോൾ ബനാനയുടെയാണ് തൊലി കളഞ്ഞ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ബനാന നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യണം. 7th ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ്. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. 5 എണ്ണത്തിന് 2 മാർക്ക് വീതം 10 മാർക്കാണ്. അടിയിൽ ബോക്സിൽ ആൻഡ്, മോസ്കിറ്റോ, ബട്ടർഫ്ലൈ, ഡ്രാഗൺ ഫ്ലൈ, ബെഡ് ബഗ് എന്നിവ തന്നിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം.